ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ഡ്രസ് അല്ലെങ്കിൽ നൈറ്റ് വെയറിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിടുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തിട്ടാൽ മതിയാവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ആണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഫോൾഡ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലൈന് വരഞ്ഞു കൊടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം 7 ഇഞ്ച്. ആം ഹോൾ ലെങ്ത്തും 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അവിടെ ഒരു ലൈന് വരഞ്ഞെടുക്കാം. ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം 10.5 ഇഞ്ച്. ഇപ്പൊ ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആം ഹോൾ ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം. 28 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഇനി അവിടെയും ലൈന് വരഞ്ഞെടുക്കാം. ഇനി ഇവിടുന്ന് താഴത്തേക്കായിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ വേസ്റ്റ് വരുന്നത് 9.5 ഇഞ്ചാണ്. അതുകൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ 3 പോയിന്റ്സ് തമ്മിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇതുപോലെ 2 ലെയർ ആയിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലെ നമ്മുടെ ബാക്ക് പീസ് വെച്ചു കൊടുക്കാം. ഈ ഒരു സൈഡിലായിട്ട് ഒരു 1.5 ഇഞ്ച് വരെ നമ്മൾ വിട്ടുകൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ബാക്ക് പീസ് ആണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1 ഇഞ്ചിനും ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബോക്സ് വരഞ്ഞെടുക്കാം.
നമുക്ക് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും വരഞ്ഞെടുക്കാം. ഇപ്പൊ റൗണ്ട് ഷേപ്പ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലും വരഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ടൊരു സ്ലോപ്പ് വരഞ്ഞെടുക്കാം. ഇതുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാന്റാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഫാബ്രിക് ഒന്ന് 4 ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ലെങ്ത് വരുന്നത് 32 ഇഞ്ചാണ്. എന്റെ പാന്റിന്റെ ലെങ്ത് 36 ആണ്. അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടി കൂട്ടിക്കഴിഞ്ഞാല് 40 ഇഞ്ച് വേണം. അപ്പൊ അത്രയും നമുക്ക് ഇവിടെ കിട്ടില്ല. നമുക്ക് ആദ്യം 32 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി അവിടുന്ന് 2 ഇഞ്ച് മേൽഭാഗത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അവിടെയും ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇത് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിങ്. ബോട്ടം വിഡ്ത് വരുന്നത് 7 ഇഞ്ചാണ്. അതുകൂടി മാർക്ക് ചെയ്തെടുക്കാം. മേൽഭാഗത്തായിട്ട് ഇതുപോലെ 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അവിടുന്ന് താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ. ഇനി ഇതിന്റെ താഴ് ഭാഗത്തേക്കായിട്ട് ബോട്ടം വിഡ്ത്തിലേക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ പീസിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് മേലത്തെ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു പീസ് ഞാൻ 4 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് താഴത്തേക്കായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം.
ഇപ്പൊ നമ്മൾ പാന്റും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിട്ട് ഫാബ്രിക് ഒന്ന് 4 ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ വരഞ്ഞു കൊടുക്കാം. സ്ലീവിന്റെ ലെങ്ത് ആയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവിന്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിന്റെ പീസ് എടുക്കാം. ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് എടുക്കാം. ഈ ഒരു സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിട്ട് ഒരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഈ ഒരു പീസ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് കറക്റ്റ് ആയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിന്റെ പീസ് മാറ്റി വെക്കാം. ഈ ഒരു പീസിൽ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ലൈന് വരഞ്ഞെടുക്കാം. ഈ ലൈന് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ വേറൊരു പീസ് കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടോപ്പിന്റെ 2 സൈഡും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ പീസിലും വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടി അടിച്ചു കൊടുക്കാം. ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ട് വേണം ഷോൾഡർ കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്കിന്റെ ഈ ഒരു സൈഡിലായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നെക്കിന്റെ ലെങ്ത് ഒന്ന് അളന്നെടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് വേണം അളന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്.
പോയിന്റ് വരെയുള്ള ലെങ്ത് 17 ഇഞ്ചാണ്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിവിടെ ഫാബ്രിക് ഒന്ന് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ചിന്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വരുന്നത് 8.5 ഇഞ്ചാണ്. പിന്നെ ഒരു ഹാഫ് ഇഞ്ച് കൂടി സീം അലവൻസ് കൊടുത്തിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി അവിടെ ഒരു ലൈന് വരഞ്ഞെടുക്കാം. ഇനി ഈ ഒരു സൈഡിലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. കോളറിന്റെ സെന്റർ ഒന്ന് മാർക്കിട്ട് കൊടുക്കാം. സെന്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ടോപ്പിന്റെ സെന്ററും അതുപോലെ തന്നെ കോളറിന്റെ സെന്ററും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടല്ലോ, ഇത് കറക്റ്റ് ആണ്. ഈ ഒരു പോയിന്റിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ്, ആ പീസ് ഇതുപോലെ വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഈ പീസിന്റെ അടിയിലായിട്ട് നമ്മൾ ടോപ്പിന്റെ പീസും അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ കോളറിന്റെ പീസും ഉണ്ട്. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോ ഈ 3 പീസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഈ പിന്നൊന്ന് അയച്ചെടുക്കാം. ഷോൾഡറിന്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ ഷോൾഡറിന്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് മറ്റേ സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഇതുപോലെ ഒന്ന് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് കോളർ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ കോളറിന്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓപ്പണിന്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഷോൾഡർ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിന്റെ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാന്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാന്റിന്റെ പീസും അതുപോലെ തന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള പീസും ഉണ്ടല്ലോ, അത് രണ്ടും ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ ക്രോച്ച് ഏരിയ അടിച്ചു കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ട് പീസിന്റെയും നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ആ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കാം. കൂടി മടക്കി അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ഒരു വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പൊ ഞാനിവിടെ ഇത്രയും ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. ഇതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് കടത്തി വിടണം. അതിനു വേണ്ടിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ വേസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ്. അതിൽ നിന്നും ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 26 ഇഞ്ചിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോ 4 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക നിങ്ങളുടെ വേസ്റ്റിനെക്കാളും. ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡില് പിന്ന് കുത്തിക്കൊടുക്കാം. എന്നിട്ട് ഈ ഓപ്പണിൽ കൂടി കടത്തി വിട്ടു കൊടുക്കാം. ഇനി ഇതിന്റെ പിന്ന് നമുക്ക് അയച്ചെടുക്കാം. എന്നിട്ട് ഒന്നിന് മേലെ ഒന്നായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടാൻ ശ്രദ്ധിക്കാം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ.
സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചുരുക്കം എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടോപ്പും പാന്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു 2 പീസ് നൈറ്റ് ഡ്രസ് ആണിത്. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ഞാൻ ബട്ടനും ബട്ടൺ ഹോളും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൂടി നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ നെക്ക് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ്. കോളറിൽ വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ സന്തോഷമാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യാത്താണ് വീഡിയോസ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അല്ലെ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കാണണം. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പോവില്ല. അത് നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൂടി മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.